സാധാരണ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലസ് ബട്ടൺ ആയിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏത് ഗുണഭോക്താവിനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്ക് ഗുണഭോക്താക്കളായിട്ടുള്ളത് പ്രഗ്നന്റോ ലാക്ടേറ്റിംഗ് മദറോ അല്ലെങ്കിൽ 0 മുതൽ 6 മാസം പ്രായമുള്ള അല്ലെങ്കിൽ 6 മുതൽ 3 മാസം പ്രായമുള്ള കുട്ടികളെ, അല്ലാതെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പ്രഗ്നന്റ് വുമൻ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുതിയൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഈ ഭാഗം ശ്രദ്ധിക്കുക. അതായത് ഇതിൽ കൃത്യമായിട്ട് വന്ന മാറ്റങ്ങളാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്. The registration process has been updated. The old registration flow is no longer applicable. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയി. ഇനി പുതിയ അങ്ങോട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പുതിയ മാറ്റങ്ങളാണ്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഈ KYCയും FRSും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ അവിടെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമനെ ആഡ് ചെയ്യുമ്പോൾ, അതായത് പ്രഗ്നന്റ് വുമനെയും ലാക്ടേറ്റീവ് മദേഴ്സിനെയും അഡോളസെന്റ് ഗേൾസിനെയും ഈ 3 വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കളെ ആഡ് ചെയ്യുന്ന സമയം അംഗൻവാടി വർക്കർ ഉറപ്പായിട്ടും അവരുടെ KYCയും ഫേസ് ഓതന്റിക്കേഷനും പൂർത്തിയാക്കണമെന്നുള്ളതാണ്. അതായത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റീവ് മദറും AG കുട്ടികളെ പല ആസ്പിറേഷൻ ലിസ്റ്റിലേക്ക് അത് ആഡ് ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അവരുടെ KYCയും FRSും പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് മാൻഡേറ്ററി to perform KYC and face capture of one of the following. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും ഇപ്പോഴും ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതിന് പകരം ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും പുതിയ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഈ 3-ൽ ആരെങ്കിലും ഒരാളുടെ ഫോട്ടോ നിർബന്ധമായിട്ട് എടുക്കണം. ഇത് കുട്ടികളുടെ കേസിലാണ് ഈ ഒരു ഇളവുള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞ പ്രകാരം പ്രഗ്നൻ്റ് ആണെങ്കിലും ലാക്ടേറ്റിംഗ് ആണെങ്കിലും ഏജ് കുട്ടിയാണെങ്കിലും അവരുടേതേ തന്നെ ഫോട്ടോ എടുക്കണം, അവരുടെ തന്നെ KYCയും പൂർത്തിയാക്കണം. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ വന്നപ്പോൾ അതിനൊരു ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് KYC റിക്വയർമെന്റ്സ് ആണ്. അതായത് KYC നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ ആധാർ നമ്പർ ഈസ് റിക്വയർഡ് ഫോർ KYC. ആ ഗുണഭോക്താവിന്റെ ആധാർ നമ്പർ വേണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു OTP ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പോകും, അതും സ്വീകരിക്കണം. സാധാരണ ചെയ്ത പോലെ തന്നെ അവരെ രജിസ്ട്രേഷൻ വരുന്ന സമയം നാളിതുവരെ അവരെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് മാത്രമായിരുന്നു നമുക്ക് മതിയായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ആ ആധാർ കാർഡിൽ അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറും കൂടെ അതിലേക്ക് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. അത് സ്വീകരിക്കാൻ പാകത്തിൽ അവർക്കൊരു SMS പ്ലാൻ ആക്റ്റീവായി അതിലവർ റീചാർജ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളത് കൂടി ടീച്ചർമാർ ചോദിച്ച് ഉറപ്പാക്കുക. അതിനുശേഷം മാത്രം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് തുടരുക. അതിനുശേഷം FRS അല്ലെങ്കിൽ ഫേസ് ക്യാപ്ചർ റിക്വയർമെൻറ്റ്സ് ആണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ദ പേഴ്സൺ അണ്ടർഗോയിങ് ഫേസ് ക്യാപ്ചർ, അതായത് പ്രഗ്നന്റ് വുമനോ ലാക്ടേറ്റീവ് മദറോ AG കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ അച്ഛൻ രക്ഷിതാവ് ആരുടെയാണോ ഫോട്ടോ എടുക്കുന്നത് അവരുടെ ഉറപ്പായിട്ടും അവരുടെ ഫിസിക്കൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് അവർ മുന്നിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഇവരുടെ FRS ചെയ്യുന്ന സമയം അവർ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. അല്ലാതെ ഓൺലൈനിലൂടെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉടായ്പ പരിപാടി പറ്റില്ല എന്നുള്ളതാണ് തറപ്പിച്ച് പറയുന്നത്. അപ്പോൾ അവർ തന്നെ വേണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് ഇനി മുതൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അംഗൻവാടിയിലേക്ക് ഗുണഭോക്താക്കൾ വരികയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഈ പറയുന്ന ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിക്കുന്ന സമയത്തോ ന്യൂ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പരിധിയിൽ ആരൊക്കെയാണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായി. ഇന്നലെ വരെ ഈ സംവിധാനങ്ങളില്ലായിരുന്നു. എന്നിരുന്നാലും ഇന്നലെയും ന്യൂ രജിസ്ട്രേഷൻ ചെയ്താലും ഇന്ന് FRS കംപ്ലീറ്റ് ആക്കണം. ഇതൊക്കെ കൂടി ഒരുമിച്ചാക്കിയിട്ടാണ് പുതിയ അപ്ഡേഷൻ 24.8 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേജ് കഴിഞ്ഞാൽ ഇവിടെ താഴെ അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന ഈ ഭാഗം കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് അവർ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനായിരിക്കും. കൃത്യമായിട്ടുള്ള ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പറാണ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത്. ആ മൊബൈൽ നമ്പർ കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ കൃത്യമായി ആ ബെനിഫിഷ്യറിയുടെ, അതായത് ഗർഭിണിയുടെ ആധാർ തന്നെ നിർബന്ധമാണ്. അല്ലാതെ ഗർഭിണിയുടെ ഭർത്താവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ ഇവിടെ രേഖപ്പെടുത്താൻ കഴിയില്ല. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അവരുടെ മൊബൈൽ നമ്പർ കൂടി ഇവിടെ രേഖപ്പെടുത്തുക. ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറാണ്. അല്ലാതെ ഇത് ആധാർ കാർഡിലുള്ള അതേ നമ്പർ ആവണമെന്നൊന്നും നിർബന്ധമില്ല. അത്തരത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഓതൻറ്റിക്കേഷൻ എന്ന ഈ പേജ് കാണും. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു OTP
ആ ഗുണഭോക്താവിന് പോയിട്ടുണ്ടാവും. അത് സ്വീകരിച്ച് ഈ കാണുന്ന വേരിഫിക്കേഷൻ എന്ന പേജിലോട്ട് എത്തുന്ന സമയം നിങ്ങൾ ആ കാണുന്ന OTP സ്വീകരിച്ചിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന വെരിഫൈ എന്ന് കാണുന്ന ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ OTP സബ്മിറ്റ് ആവുകയുള്ളൂ. ആ OTP കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വേരിഫിക്കേഷൻ മെസ്സേജ് വരും. അതായത് ബെനിഫിഷ്യറി ഈസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഒരു പച്ച ടിക്ക് മാർക്ക് അവിടെ വരും. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആധാർ നമ്പറിന്റെ അവസാന നമ്പറും വരും. തുടർന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ KYC പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ആ ഫോൺ കൂടെ അവരുടെ കയ്യിലുണ്ടാവണം. കാരണം ഒരു OTP അവർക്ക് പോകും. ആ OTP പോകുന്നത് ഈ KYCക്ക് വേണ്ടിയിട്ടുള്ള OTP ആണ്. അത് ആധാറിൽ ലിങ്ക് ചെയ്ത ആ മൊബൈൽ നമ്പറിലോട്ടാണ് ഇനി പറയുന്ന OTP ആ ഗുണഭോക്താവിന് പോവുക. അതുകൊണ്ട് തന്നെ അവരുടെ ഫോണും കയ്യിൽ കരുതാൻ പറയുക. അതിനുശേഷം ടീച്ചർ ഇനി നെക്സ്റ്റ് എന്ന് ഈ കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർക്ക് ഈ പറയുന്ന ആധാറിൻ്റെ സൈറ്റിലോട്ട് എത്താൻ സാധിക്കും. ഇതാണ് ആധാറിൻ്റെ സൈറ്റ്. ഈ ഭാഗത്ത് വീണ്ടും ആ ഗർഭിണിയുടെ ആധാർ നമ്പറിലാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് ആ ഗർഭിണിയുടെ ആധാർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെങ്കിൽ 2 തവണ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ വീണ്ടും ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്യാപ്ച കോഡ് ഈ ഭാഗത്ത് നിന്ന് ഈ കാണുന്ന കോളത്തിലേക്ക് പകർത്തുക. അതിനുശേഷം ഈ നെക്സ്റ്റ് എന്ന് കാണുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു OTP അവ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലോട്ട് പോകും. ആ OTPയുടെ പോകുന്ന മൊബൈൽ നമ്പറിന്റെ അവസാന 4 അക്കം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ആ ഗുണഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറാണ്. ആ നമ്പറിലോട്ട് പോകുന്ന ആ OTP സ്വീകരിച്ച് ഇവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിലോട്ടാണ് എത്താൻ കഴിയുക. ഈ ഭാഗത്ത് നിന്ന് ഈ കൺസെൻറ്റ് വായിച്ചതിന് ശേഷം ഈ അലോ എന്ന് കാണുന്ന ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇത്തരത്തിൽ ക്ലിക്കായ ഉടനെ തന്നെ അവിടെ ഈ KYC സക്സസ് ആയി എന്ന് കാണുന്ന പച്ച ടിക്ക് മാർക്കോടുള്ള മെസ്സേജ് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ താഴെ കാണുന്ന പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണുന്ന അക്സെപ്റ്റ് കണ്ടിന്യൂ ഒക്കെ കൊടുത്തതിന് ശേഷം ഈ ഫോട്ടോ എടുക്കുന്ന ഭാഗത്തിലേക്ക് കിടക്കും. അവിടെ നിങ്ങൾക്ക് ഈ KYCയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുണഭോക്താവിന്റെ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഫോട്ടോ ആണോ വീഡിയോ ആണോ വരുന്നത് അതിനനുസരിച്ച് കൊണ്ട് ടീച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുക്കാനുള്ള ക്യാമറ ഓൺ ആയിട്ട് വരും. ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗുണഭോക്താവിനെ കൃത്യമായിട്ടുള്ള മുൻപ് നിർദ്ദേശിച്ച അതേ പ്രകാരം തന്നെ വ്യക്തമായി അവരുടെ മുഖം തെളിയുന്ന രീതിയിൽ അവരുടെ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അത് കൃത്യമായി ക്യാപ്ചർ ചെയ്തെടുക്കണം. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ് ആയി എന്ന് കാണുന്ന ഒരു പച്ച ടിക്കോടുകൂടിയുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് പുതിയൊരു ന്യൂ രജിസ്ട്രേഷൻ ഫോം പോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് ബാക്കി കാണുന്ന എല്ലാ രേഖകളും ആധാർ പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖ പരിശോധിച്ച് എല്ലാ ഫീൽഡും കൃത്യമായി പൂരിപ്പിച്ച് സബ്മിറ്റ് കൊടുത്ത് ഗർഭിണിയുടെ രജിസ്ട്രേഷൻ ഫോം പൂർത്തിയാക്കുക. താങ്ക്